അങ്ങനെ ഇന്നത്തെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ട്രാവലിംഗ് ഒന്നുമില്ല, ഇന്നും കൂടി അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഒരു 3 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ യോഗ സെൻറ്ററിൻ്റെ മെയിൻ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യലാണ് അല്ലേ? അതെ. അമ്പാടി അവിടെ മരം നോക്കി നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പോലെ ദോശ, പുട്ട് അങ്ങനത്തെയുള്ള ഫുഡുകളല്ല, ഇവിടെ അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടായത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം റെസ്ട്രിക്ഷൻസ് നല്ലോണം ഉണ്ടായിന്. നമ്മൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൂര്യകുണ്ട്. ഇനി ഇപ്പുറത്ത് പോകുന്നത് ചന്ദ്രകുണ്ട്. ഇവിടെ നിന്ന് എന്തോ കുളിച്ചിട്ടില്ലാന്ന് സംഭവം. കുളിച്ചിട്ട് അമ്പലത്തിലേക്ക് കയറുകയെന്നുള്ളതാണ് സംഭവം. ഇനി ഇവിടുന്ന് കുളിച്ചിട്ട് നമ്മൾ ചന്ദ്രകുണ്ട് പോയിട്ട് കുളിച്ചിട്ട് അമ്പലത്തിൽ പോകും. അങ്ങനെ നമ്മൾ ചന്ദ്രകുണ്ടിൽ പോയി കുളിച്ചു. കോഴിക്കുട്ടി. ഈ കാണുന്ന സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട് ആശ്രമത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു കുളത്ത് പോയിട്ട് കുളിക്കണം. അത് സ്ത്രീകൾക്ക് വേറൊരു സ്പേസിലും പുരുഷന്മാർക്ക് വേറൊരു സ്പേസിലാണ് ഉള്ളത്. അവിടെ സ്ത്രീകൾക്കുള്ളത് സ്ത്രീകൾ മാത്രം, പുരുഷന്മാർക്കുള്ളത് പുരുഷന്മാർ മാത്രം, അങ്ങനെയാണ്. അപ്പോൾ അവിടെ നിന്ന് കുളിച്ചിറങ്ങുന്നതാണ് ഈ കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ബുള്ളക്കാട്ടിലെ ഒരു ഏട്ടനാണ് ഇവർ. അപ്പോൾ അവരുടെ കാളിയും അങ്ങനെ തന്നെ ഭയങ്കര ഫ്രണ്ട്ലി. അപ്പോൾ അതിൻ്റെ പേര് കറുപ്പെന്നായിരുന്നു. അപ്പോൾ അമ്മക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അമ്മ കൈമിലുള്ള കിട്ടിയ ഒരു പായസം അതിന് ഫീഡ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ പോവാണ്. കുറേ ഉണ്ട് ഈ സ്റ്റോറിൽ. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് ഇതുവരെ വിസിറ്റ് ചെയ്യാത്തൊരു സ്പേസാണ് ഈ ഒരു സ്പേസ്, ഗോശാല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പശുക്കളെ. പക്ഷേങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പശുവിനെ ആദ്യമായിട്ട് തൊടുന്നത്. ഇഷ്ടമാണ്, പക്ഷേങ്കിൽ ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല. ഇത്രയും വലിയൊരു മൃഗത്തിന് തൊടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലേശം പേടിയുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഓക്കെ ആയിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ലഡു ഉണ്ട്. അവർക്ക് ആ പശുക്കൾക്കെല്ലാം ഈ ലഡു കാണുമ്പോൾ തന്നെ ഒരു ബിരിയാണി കാണുന്ന ഒരു പ്രതീതിയായിരുന്നു. അപ്പം നമ്മളത് 2 വാങ്ങി കൊടുത്തു. അതിന് ശരിക്കും പറഞ്ഞാൽ ആ പശുക്കൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. അവരത്രക്ക് ഹെൽത്തി ആയിട്ടാണ് ഗോശാലയിൽ, ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടാണ് അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഒരു സന്തോഷം, ഞാനും അമ്പാടിയൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പശുവിനെല്ലാം തോടുന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് അങ്ങനെ വാങ്ങിയതാ. കഴിക്കടാ. നമ്മൾ അവിടെ നിന്ന് ഒരു കുട്ടീനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ പേര് തേജസ്വിനി. ഷി വാസ് സച്ച് എ സ്വീറ്റ് കിഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ പാരൻസ് ഒറീസയിൽ നിന്നായിരുന്നു. അപ്പോൾ അവർ അവിടെ വന്ന് വർക്ക് ചെയ്ത് അവിടെ തന്നെ താമസിക്കുന്നവരാണ്. അപ്പോൾ അവളും അതേപോലെ അവിടെ ആശ്രമത്തിലുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവളെ ഒരു സ്കൂൾ വിട്ട ടൈമാണ് നമ്മൾ അവിടെ നിന്ന് മീറ്റ് ചെയ്തത് ഗോശാലയിൽ. അപ്പം അവളെ ഇങ്ങനെ അമ്പാടി ഇങ്ങനെ കളിക്കുമ്പോഴൊക്കെ ടീസ് ചെയ്യുമ്പോൾ ഇവളിങ്ങനെ അത്രക്കും സ്വീറ്റായിട്ടാണ് ഇങ്ങോട്ടേക്ക് അവൻ്റെ അടുത്ത് പറയുന്നത്, ഐ ഹേറ്റ് യു അണ്ണ. എന്നിട്ട് അത്രക്ക് സ്വീറ്റ് ആയിരുന്നു അവള്. അപ്പോൾ ഓളിയും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ആള് തന്നെയാണ് അവിടുന്ന്. ഇതിന് കൊടുക്കണമെന്ന് പാവം കുഞ്ഞ്. നമ്മൾ ഗോശാലയിൽ വന്നിട്ടുള്ളത്. ഇത് കുഞ്ഞി പശുക്കളാണ്. No, they are bored of bananas. Maybe because we gave this, they are not eating. Yeah. This is Tejaswini. Anna, don't. Straight. Again they eat. Straight? Yeah. You need to feel like your arms. That's why I can scare that side only. When
What's his name? You give that cow. No one giving that cow. That cow is very big. എടാ നിനക്ക് പേടിയായിരുന്നു. Bola. ഓല നമ്മൾ റെഡിയായി, ഫുഡെല്ലാം കഴിച്ച് ഇനി മരുതമലൈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ട്. മറ്റേതില്ലേ മരുതമലൈ മാമണിയേ മുരുകയ്യ, നോക്കാം. അടുത്തേക്ക് പോയി പിന്നെ ഒരു സാരി എടുക്കണമെന്നുണ്ട്. സമയമുണ്ടെങ്കിൽ അതിന് പോകും, ഇല്ലെങ്കിൽ അങ്ങനെ. നമ്മളുടെ ഈ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ പോലെ തന്നെ കോയമ്പത്തൂർ ഏറ്റവും കൂടുതൽ ഓടുന്നത് റെഡ് ടാക്സികളാണ്, യൂബറിനെക്കാട്ടിലും. അപ്പോൾ നമ്മൾ റിട്ടേണും റെഡ് ടാക്സിയാണ് പിടിച്ചിട്ടുണ്ടായിന്. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി ഡ്രൈവർ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിന്. നമ്മളെല്ലാ സ്ഥലവും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ഭാരതീയർ യൂണിവേഴ്സിറ്റി. പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. ഈ ഏട്ടനാണത്. നമ്മൾ മരുതമലയിലേക്കാണ് പോകുന്നത്. മരുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പ്. അപ്പം ഈ മലയിൽ ഒരുപാട് വേപ്പുണ്ട്. അപ്പം അത് അങ്ങനെയാണ് മരുതമല എന്ന് പറഞ്ഞിട്ടുള്ള പേര് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളെ കൊണ്ടുപോകുന്നത് ഗോപാലകൃഷ്ണൻ ചേട്ടനാണ്. ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമുക്ക്. എന്താ പറയണ്ടേ, നമ്മളിപ്പം മരുതമലയിലേക്ക് കൊണ്ടുപോകും, നമുക്ക് പോത്തീസിൽ പോകാനുണ്ട്, അങ്ങനെയെല്ലാം ഓരോ നമ്മളെ കൊണ്ടുപോകുന്നുള്ളത് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയണ്ടേ, അബൌട്ട് ടു റീച്ച് മരുതമല. നമ്മൾ മലയാളീസാന്ന് പറഞ്ഞപാട് തന്നെ അവർ കുറേ മലയാളം പാട്ടുകളാണ് അവരുടെ കാറിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞ് തമിഴാണ് നമുക്ക് കേൾക്കാൻ ഇഷ്ടം, തമിഴ് വെച്ചോ പറഞ്ഞിട്ട് പഴയ തമിഴ് പാട്ടുകളാണ് എന്നിട്ട് അവർ വെച്ച് തന്നിട്ടുണ്ടായി. മരുതമല ഗേറ്റ് കടന്നു. ഇനി ഇതാ ഇതിലൂടെ നടന്നു പോകുന്നവർക്ക് ഈ വഴിയാന്ന്. ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇടുന്ന സ്റ്റെപ്പിൽ കയറിയിട്ടാണ് നടന്നു പോകുന്നവർക്ക് പോവാ. നമുക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും സമയത്തിന് നഷ്ടം വരുന്നതുകൊണ്ട് നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഭയങ്കര ഒരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. ബാ നടക്ക്. സ്റ്റെപ്പ് വരെ കയറാണ്ട് ലിഫ്റ്റിലൂടെ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്താൻ പറ്റുമെന്ന് പറയുന്നു. വീഡിയോ ഇവിടെ അല്ല, അവിടെ ഒന്നറിയില്ല, പറ്റുന്നവരെ കാണിക്കും. നോർമലി ഉള്ള അവിടുത്തെ തിരക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ പോയ സമയത്ത് വൈകുന്നേരം ടൈം ആയതുകൊണ്ടോയെന്നറിയില്ല, ഡിവോട്ടീസും അവിടെ വിസിറ്റ് ചെയ്യുന്നവരും എല്ലാം കുറവായിരുന്നു. അതുകൊണ്ട് നമുക്കധികം തിരക്കില്ലാണ്ട് ഉള്ളിൽ കയറാൻ പറ്റി. പക്ഷേ ദർശനം നടത്താനുള്ള ആ ഒരു ഇത് നമുക്ക് ഉണ്ടായിട്ടില്ല, ടൈം ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞില്ല. നമ്മുടെ ട്രെയിന് 7:30 ആകെ അരമണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ട ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഓടലുണ്ടായിന്. നമ്മളിവിടെ എത്തി. ഇത് തമിഴ്നാട്ടുകാരുടെ ഒരു ടൈപ്പ് ഓഫ് ടെമ്പിൾ ആയതുകൊണ്ട് ഇതെങ്ങനെയാണ് ദർശനം നടത്തേണ്ടതെന്ന് അറിയില്ല. ഉള്ളിൽ കയറിയിട്ടില്ല എന്തായാലും. ഇവിടെ എന്തെല്ലോ ഉണ്ട്, കുറേ ദൈവങ്ങളുണ്ട്, വിഗ്രഹങ്ങൾ, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾക്ക് അറിയുന്നവരെ നമ്മൾ ദർശനം നടത്തുന്നു. തിരക്കായതുകൊണ്ട് നമുക്ക് ട്രെയിന് പിടിക്കാൻ ഉള്ള ടൈം ആയതുകൊണ്ട് നമ്മൾ വേഗത്തിൽ ചെയ്യും. നമ്മളിവിടെ പ്രാർത്ഥിച്ചു. ഇനി വേഗം പോകണം, ട്രെയിനുണ്ട്. ഇപ്പോഴേ പോയാലേ വേഗം എത്തുള്ളൂ. നമ്മളെ
നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ഭയങ്കര തിരക്കുണ്ട്. ഒന്നാമത്തെ കാര്യം ട്രെയിൻ കയറാൻ അറിയില്ല. അപ്പോൾ പിന്നെ നോക്കാം ട്രെയിൻ കയറുമോ ഇല്ലയോ എന്നുള്ളത്. ഇത് കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുന്നു.